ആൾക്കാർക്ക് എന്താണ് പരിപാടി, എന്താണ് ഇത്, എന്താണെന്ന് പറഞ്ഞിട്ടൊന്നും മനസ്സിലായിട്ടില്ല. ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുക, മൈൻഡ് ട്രാൻസ്ഫോം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാല് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം. അതല്ലാതെ പഞ്ചസാര ഒരാള് രുചിക്കാതെ ഒരിക്കലും നമുക്ക് പഞ്ചസാരയുടെ മധുരം ഇതാണ് എന്ന് പറഞ്ഞ് 4 പേപ്പർ പാരഗ്രാഫ് എഴുതി കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലുമില്ല. അതേപോലെ തന്നെയാണ് മൈൻഡ് ട്രാൻസ്ഫോർമേഷൻ, ന്യൂറോ ഹാക്കിംഗ്, 7 വാല്യൂ എന്നൊക്കെ പറഞ്ഞാല് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാല് നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അധികം ആൾക്കാരും നമ്മുടെ അടുത്ത് വരുന്ന അധികം ആൾക്കാരും, ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല. ഐ ആം ഡോക്ടർ KM ഫാസിൽ. ഞാൻ കേരള ഗവൺമെന്റ് സെക്ടറിൽ ഏകദേശം ഒരു 5-6 വർഷത്തോളം കേരളത്തിലെ പല ജില്ലകളിലെ പഞ്ചായത്ത് ഡിസ്പെൻസറികൾ നിങ്ങൾക്ക് അറിയുണ്ടാവും. അങ്ങനത്തെ ഡിസ്പെൻസറികളിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വരുന്ന അധികം 80-85% ആൾക്കാർക്കും ഞാൻ പഠിച്ചെന്ന് എനിക്ക് മനസ്സിലായത് ചെറിയ മാനസികപരമായിട്ട് അവര് ആരോഗ്യവാന്മാരല്ല. ചെറുപ്പം മുതലുള്ള ഒരുപാട് ചെങ്ങലകൾ ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ സമൂഹം അവർക്ക് കൊടുത്ത ഒരുപാട് വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്നെ കൊണ്ട് ഇതേ സാധിക്കൂ, ഈ അസുഖങ്ങൾ ഇങ്ങനെയാണ്. കുറച്ചൊന്ന് ലൈഫ് ഒന്ന് സ്റ്റക്ക് ആവുമ്പോൾ, ബാക്കി സാമ്പത്തികപരമായിട്ടോ അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, ഓട്ടോമാറ്റിക് മനുഷ്യനൊന്ന് ഡൗൺ ആവും. അന്നേരം റീൽസ് എടുത്ത് തപ്പുന്നു, യൂട്യൂബിൽ എടുത്ത് കുറെ യൂട്യൂബ് വീഡിയോസ് കാണുന്നു. അതിന് ഓക്കെ, ഇത് ഡിപ്രഷൻ ആണ്, സ്റ്റേജ് 2 ഡിപ്രഷൻ ആണ്, ഐഡന്റിഫൈ ചെയ്ത് വെച്ചു. പിന്നെ ജീവിതം ഇതിനനുസരിച്ച്, പിന്നെ റീൽസിൽ വരുന്ന ഓരോ റീൽസും, യൂട്യൂബിൽ വരുന്ന ഓരോ വീഡിയോസും പറഞ്ഞു തരാ ഇത് ഈ ഡിപ്രഷൻ ഇന്ന പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചിന്തകൾ മൊത്തം ഇതാണ്, എനിക്ക് സ്റ്റേജ് 3 ആണോ 4 ആണോ, ബാക്കി പ്രശ്നങ്ങളുണ്ടോ, ഹാർട്ട് അറ്റാക്ക് വരുമോ. കുറെ ആൾക്കാരുടെ പേടി ഇതൊക്കെയാണ്, അറ്റാക്ക് വരുമോ, ക്യാൻസർ ഉണ്ടോ, ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് മൈൻഡ് സെറ്റ് പോകുന്നു, മാനസികാവസ്ഥ ഈ ഒരു രീതിയിലേക്ക് പോകുന്നു. ഇതുകൊണ്ടാണ് 80% ആൾക്കാരും രോഗികളായിട്ട് മാറുന്നത്, അസുഖങ്ങൾ മാറാത്ത, എന്നിട്ട് ഓടി നടക്കാണ്. കേരളത്തിലെ നമ്പർ 1 ഡോക്ടർ ഏതാ, ഇന്ത്യയിലെ നമ്പർ 1 ഡോക്ടർ ഏതാ എന്ന് തപ്പി അങ്ങോട്ട് ഓടി നടക്കാണ്. എന്നിട്ട് രസം അതല്ല, അധികം അപ്പൊ നമുക്ക് ഡിസ്പെൻസറിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു രസകരമായിട്ടുള്ള വസ്തുതയാണ്, തിരക്കുള്ള ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് ആൾക്കാർ ഓടി വരും. എന്നിട്ട് വെയിറ്റ് ചെയ്യാൻ സമയമില്ല, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്നു പോകണം. ഇത്തരത്തില് നിങ്ങൾ ഞാൻ ഏത് ഡോക്ടറെ അടുത്ത് പോകുന്നതിന് കുറ്റം പറയുന്നതല്ല, പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഡോക്ടേഴ്സിന് ഞങ്ങൾക്ക് ക്ലിനിക്കിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. സാധാരണ നമ്മളെ നാട്ടിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ്, പശുവിനെ കൊണ്ട് പുല്ല് അതിന്റെ വായിൽ കൊണ്ടുപോയി വെക്കാനേ നമുക്ക് പറ്റുള്ളൂ, അരിഞ്ഞരിഞ്ഞ് കൊണ്ടുപോയി വെക്കാനേ പറ്റുള്ളൂ. ബാക്കി പുല്ല് തിന്നേണ്ടത് പശുവാണ്. പശു പുല്ല് തിന്നണം. അത് എന്തുകൊണ്ട് തിന്നുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇത് പശുവിന് പറ്റാത്ത പുല്ലാണോ, എന്താണ് പ്രശ്നം എന്നുള്ളത് അത് ക്ലിയർ ഔട്ട് ചെയ്ത കാര്യങ്ങൾ നടക്കും. അതല്ലാതെ നമ്മൾ ലോകത്ത് നിങ്ങൾ ഏത് ഡോക്ടറെ അടുത്തേക്ക് പോയാലും മാനസികപരമായിട്ട് എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഇത് ദൂരീകരിക്കണം, ഇതിന് നിങ്ങൾ എവിടെ പോയാലും എല്ലാവർക്കും തരാനുള്ള സൊല്യൂഷൻസ് വളരെ കുറച്ച് സൊല്യൂഷൻസേ ഉള്ളൂ. യഥാർത്ഥത്തില് നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള പ്രശ്നങ്ങളാണ്. ക്ലിയർ അല്ല ഞാൻ പറയുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ എന്റെ സൂം സെഷനിലൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും കമന്റ് ചെയ്യാൻ നിർബന്ധിക്കാറുണ്ട്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, കാര്യങ്ങള് നമുക്ക് പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ നമ്മുടെ എല്ലാ സെൻസസും വർക്ക് ചെയ്യണം. കണ്ണ് വർക്ക് ചെയ്യണം, ചെവി വർക്ക് ചെയ്യണം, കൈകൾ വർക്ക് ചെയ്യണം. അപ്പം ബ്രെയിൻ വിചാരിക്കും ഓക്കെ ഇതിൽ എന്തോ സംഭവമുണ്ട്, ഇത് ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദിവസം നിങ്ങൾ എത്ര റീൽസ് കാണാറുണ്ട്? ഓരോ ദിവസവും ഒരുപാട് റീൽസ് കാണുന്നു, ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ പോകുന്നു, ഇതിലൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധ വെക്കുന്നില്ല. ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഇതിലൂടെ മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ ഷാ, ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ ലൈഫില് ക്ലിയർ ആയിട്ട് എന്താണ് നമ്മുടെ മാനസികപരമായിട്ട് പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത്തെ മാനസിക പ്രശ്നം കഴിഞ്ഞ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് സൈക്കോസൊമാറ്റിക് എന്ന് വിളിക്കും. മാനസിക പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങളാവുന്നു. ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തരും. ആ പ്രശ്നങ്ങൾ നിങ്ങൾ ജസ്റ്റ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി.
മാനസിക പ്രശ്നങ്ങളെ, ടെൻഷൻ അടിക്കുന്നു, ആൻസൈറ്റി വരുന്നു, ഡിപ്രഷൻ വരുന്നു, ഇമോഷണലി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഫസ്റ്റ് സ്റ്റെപ്പിൽ അതാണ് ഉണ്ടാവുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ സംഭവിക്കുക എന്താന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കാൻ തുടങ്ങും. കൂടുതലായിട്ട് തൈറോയിഡ് ഇവിടെയാണ് എടുക്കുന്നത്, തൈറോയിഡ് ഹോർമോൺസ് കൂടുതലായിട്ട് ഉണ്ടാവാൻ തുടങ്ങും. പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള അടുത്ത പ്രശ്നങ്ങൾ വരും. ക്ഷീണം, ഒരു ഉന്മേഷം കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓരോ അസുഖങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും. ഈ രീതിയിലാണ് ഇതിന്റെ ഒരു പാറ്റേൺ പോകുന്നത്. നമുക്കിത് മനസ്സിലാക്കണമെങ്കിൽ, തിരിച്ചറിയണമെങ്കിൽ എവിടെ മുതലാണ് നമുക്ക് പ്രശ്നം സംഭവിച്ചത്, ഈ ഇമോഷൻസ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതി എന്ന് മുതലാണ് വന്നത്. നമ്മൾ ജനിച്ചു വീഴുമ്പോഴേ മാനസികപരമായിട്ട് ഇതേപോലെ ദുർബലരായിട്ടായിരുന്നോ നമ്മളൊക്കെ ജനിച്ചു വീണത്? നിങ്ങളുടെ കുട്ടിക്കാലം മുതലേ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളുമായിട്ട്, ശാരീരിക മാനസിക വെല്ലുവിളികളുമായിട്ടാണോ ജനിച്ചു വീണത്? ജസ്റ്റ് കമന്റ് എസ് ഓർണോ നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഈ പ്രശ്നങ്ങളായിട്ടല്ല നമ്മൾ ജനിച്ചു വീണത്. ഏതൊക്കെയോ ചില സാഹചര്യങ്ങളിൽ, ഏതൊക്കെയോ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഈ രീതിയിലായി പോയതാണ്. അവിടെ മുതൽ നമ്മുടെ മാറ്റങ്ങൾ ആരംഭിക്കണം. അവിടെ മുതൽ നമ്മുടെ തിരിച്ചെടുപ്പ്, വീണ്ടെടുപ്പ് ആരംഭിക്കണം എന്നുള്ളതാണ്. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. പുറത്ത് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടാവും കേട്ടോ. ഇന്നിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗം വന്നുകൊണ്ട് നമുക്ക് ഡാറ്റ കിട്ടാൻ, ഇൻഫർമേഷൻ കിട്ടാൻ ഒരു പഞ്ഞവുമില്ല. നമ്മന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിവരങ്ങൾ ഒരുപാട് കിട്ടും. ചിലപ്പോൾ പരസ്പര ബന്ധമില്ലാത്ത വിവരങ്ങൾ വരെ നമുക്ക് ഒരുപാട് കിട്ടും. ഈ വിവരങ്ങളൊക്കെ എടുത്തിട്ട് ചെറിയ തലവേദന വരുന്നു, ടൈപ്പ് ചെയ്ത് കൊടുത്തു, ഗൂഗിൾ എന്താ പറയാ? ഗൂഗിൾ ആദ്യം എന്താ തലവേദനയായിട്ട് ചെന്നാൽ ഗൂഗിൾ എന്താ പറയാന്ന് നിങ്ങൾക്കറിയാം? ഇന്നിപ്പോ ChatGPT അടിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി മെച്ചുണ്ട്, എന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല. ആദ്യം പറയാ ബ്രെയിൻ്റെ അകത്ത് ട്യൂമർ ഉണ്ടോ, രണ്ടാമതാണ് മൈഗ്രെയിനും ഈ തലവേദനകളൊക്കെ പറയുക. ഇത് കണ്ടിട്ട് ആളുകൾ ടെൻഷൻ അടിക്കുന്നു. കേരളത്തിലെ 4-1, ഇപ്പൊ പുതിയ പഠനങ്ങൾ പറയുന്നത് 3-1 ആൾക്കാർക്ക് ഹെൽത്ത് ആങ്സൈറ്റി ഉണ്ട്. ഇല്ലാത്ത അസുഖങ്ങളെ കുറിച്ച് ചിന്തിച്ച അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ള പേടിയുണ്ട്. നിങ്ങൾക്ക് ഉള്ള അസുഖങ്ങൾ തന്നെ, സൈക്കോസൊമാറ്റിക് അസുഖങ്ങൾ നിങ്ങളെ മാനസികപരമായിട്ട് നിങ്ങളൊന്ന് സ്ട്രോങ് ആക്കുന്നതിലൂടെ മാറ്റിയെടുക്കാം എന്നിരിക്കെ, ഇല്ലാത്ത അസുഖങ്ങളെ ചിന്തിച്ച് അസുഖങ്ങൾ ഉണ്ടാക്കുന്നവരെ കുറിച്ച് നമ്മൾ എന്താ പറയാ? അതിന് മാറ്റം വരുത്തണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ മനസ്സിനെ കുറിച്ചാണ്. അധികം ആൾക്കാർക്കും അതിന് സമയമില്ല. ബാക്കി ഒരുപാട് ഡാറ്റകൾ, ഒരുപാട് സംഭവങ്ങൾ പുറത്തുനിന്ന് കേൾക്കും. അതൊക്കെ പാടെടുത്തിട്ട് അകത്ത് വെച്ചിട്ട് എന്നിട്ട് അങ്ങോട്ട് ചിന്തിക്കുക, ഇങ്ങോട്ട് ചിന്തിക്കുക. അതിപ്പോ ഇത് ഇങ്ങനെ ആയാല് ഈ തലവേദന അങ്ങോട്ടാവൂലേ, ഇത് ഇങ്ങോട്ടായാൽ ഇങ്ങോട്ട് വരൂലേ, ഇത് ക്യാൻസർ ആവുമോ, ഇതേപോലെ ഇടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഈ രീതിയിലാണ് ചിന്ത പോവുക. അവിടെ ഒരു വലിയ പ്രശ്നം കിടക്കുന്നുണ്ട്. നമ്മുടെ മനസ്സ് കൂടുതലായിട്ട് നിങ്ങൾ നെഗറ്റീവായിട്ട് അസുഖങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒറ്റ സെക്കൻഡ്, ആരോ ഓഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്, എല്ലാവരും ഞാൻ മ്യൂട്ടാക്കി വെക്കുന്നുണ്ട്. ജസ്റ്റ് വേറെ ആരും കമന്റ് ചെയ്യുന്നില്ലല്ലോ, കുറച്ചു പേരെ കമന്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് മാക്സിമം ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് തുടങ്ങുക. ഓക്കെ, നിങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരിക്കും. ഈ സെഷൻ അറ്റൻഡ് ചെയ്യാനുള്ള കുറച്ച് കാരണങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിൽ കമന്റ് ചെയ്യാം. നിങ്ങളുടെ വെല്ലുവിളികളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഫസ്റ്റ്ലി എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരും. ബേസിക്കലി ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ കുറിച്ചായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത്. ഇന്ത്യൻ ഫിലോസഫി എടുത്തു നോക്കിയാലും, ഇന്ത്യൻ സൈക്കോളജിയും സൂഫി സൈക്കോളജികളും ലോകത്തെ ഏത് സൈക്കോളജികളും ഹോളിസ്റ്റിക് സൈക്കോളജികളും നിങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ നമ്മൾ പഠിക്കുക, ഒബ്സർവേഷൻ എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിനെ ആയിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്, ലോകത്ത് വേറെ ഒന്നുമല്ല. ഒരുപാട് സയന്റിഫിക് ഡാറ്റ, ഈ പഠനങ്ങൾ വേറെ രസമാണ്. ഓരോ ദിവസം ഓരോ പുതിയ പഠനങ്ങൾ വരും. കുറെ കാലം മുന്നേ വന്ന പഠനങ്ങളായിരുന്നില്ല ഈ അടുത്ത് വരുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന പല ഭക്ഷണങ്ങളും പുതിയ പഠനങ്ങൾ വരുമ്പോൾ വിഷമായിട്ട് മാറുന്നു, ഇല്ലേ? ഇതേപോലെയൊക്കെയല്ലേ സോഷ്യൽ മീഡിയയിലും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതിനെ കുറിച്ചല്ല. ആരോഗ്യം എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഒരുപാട് വിവരങ്ങളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കല്ല.
ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച്, ഇതിന്റെ അകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അതല്ലാതെ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അത് നമ്മുടെ കൺട്രോൾ അല്ലെങ്കിൽ പിന്നെ ലോകത്ത് എവിടെ എന്തൊക്കെ എത്ര സമ്പത്ത് നമുക്ക് ഉണ്ടായിട്ട് എന്താ അതുകൊണ്ട് ഉപകാരം? നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ മാറ്റണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മാനസികപരമായിട്ട് ഇമോഷണലി പ്രശ്നങ്ങളെ നമുക്ക് മാറ്റാൻ സാധിക്കേണ്ടതുണ്ട്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളത് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാനുള്ള സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഇമോഷണലി ഓവറായി പോകുന്നത്. ഹലോ, ക്ലിയർ അല്ലേ? പറ്റാവുന്നവര് വീഡിയോ ഓൺ ആക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഇതിലൊരു ഇൻവോൾവ്മെന്റ് വരും. മറ്റെന്താ വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഓഡിയോ കേൾക്കുന്നവരെ നിങ്ങൾ എന്നെ കാണുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഇതിലൊരു 1-to-1 ഇന്ററാക്ഷൻ വരില്ല. പറ്റുമെങ്കിൽ ഓഡിയോ ഓൺ ആക്കി വെക്കുക. നമ്മുടെ തലയിലെ 2-3 സ്ഥലങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ബുദ്ധിപരമായി ചിന്തിക്കുന്ന തലയുടെ ഈ ഉൾഭാഗത്തുള്ള ഫ്രണ്ട് ഏരിയ. ഇതിന്റെ നടുക്ക് ഈ ചെവിന്റെ ഒക്കെ ഉള്ളിലായിട്ട് ഏകദേശം സെന്ററിലായിട്ട് അമിഗ്ഡല, ഹിപ്പോകാമ്പസ് എന്നൊക്കെ പറഞ്ഞ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ട്. ഇവരാണ് ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ഇമോഷൻസ്. അതല്ലെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നു, ഇനി ഇതൊക്കെ മതി, എനിക്ക് മടുത്തുടോ ലൈഫ്, എനിക്ക് വയ്യ എന്ന് പറയുന്ന ഈ ഡിപ്രഷൻ ആയിരുന്നാലും ദേഷ്യമായിരുന്നാലും ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഈ തലന്റെ അകത്തുള്ള കുഞ്ഞു കുഞ്ഞു ഏരിയാസ് ആണ്. ഇവരുടെ നിയന്ത്രണത്തെ ഒന്ന് ഡൗൺ ആക്കണമെങ്കിൽ, നമ്മളെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ബ്രെയിൻ ഒന്ന് അപ്പാക്കണമെങ്കിൽ അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് മൈൻഡ്ഫുൾനെസ്, അല്ലെങ്കിൽ മുറാക്കബ. വേണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഒന്നും കൂടി നന്നാക്കി അതിനെ വിളിക്കാം മെഡിറ്റേഷൻ എന്നൊക്കെയുള്ളത്. മുറാക്കബ എന്ന് പറഞ്ഞാൽ ശരിക്കും മെഡിറ്റേഷൻ ഒന്നും കൂടി ഡീപ്പർ ലെവലാണ് മുറാക്കബ എന്നുള്ള മെഡിറ്റേഷൻ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതിന്റെ ഫസ്റ്റ് ബേസിക് മെഡിറ്റേഷൻ നമുക്ക് ഇപ്പൊ ചെയ്യാം. ആർ യു റെഡി ഫോർ ദാറ്റ്? ജസ്റ്റ് കമന്റ് ആർ. നിങ്ങൾ റെഡി ആണെങ്കിൽ ആർ എന്ന് കമന്റ് ചെയ്യുക. നമുക്ക് മെഡിറ്റേഷന്റെ വളരെ ബേസിക് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാം. ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സിനെ ആയിരിക്കണം. ഇതിന്റെ അകത്ത് എന്താ നടക്കുന്നത്, ശരീരത്തിൽ എന്താ നടക്കുന്നത്, എനിക്ക് ദഹന പ്രക്രിയകള് പ്രശ്നങ്ങളുണ്ട്, ടെൻഷൻ അടിക്കുമ്പോൾ കൂടുന്നുണ്ട് എന്ന് പറയുന്നവര്, എന്താണ് ഇതിന്റെ അകത്ത്, മനസ്സിന്റെ അകത്ത് എന്താ നടക്കുന്നത്, അത് മനസ്സിലാക്കി പഠിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. അവിടെ മുതലാണ് നമ്മുടെ ശരിക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. പുറത്ത് ഒരുപാട് സാഹചര്യങ്ങൾ വരുമ്പോ, കുറെ പൈസ വരുമ്പോ ആൾക്കാർ നമ്മളെ കൊണ്ട് അടിപൊളി, നീ അടിപൊളിയായിട്ട് അടിപൊളി എന്ന് പറയുമ്പോൾ മാത്രല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്. നമ്മൾ അപ്പോഴല്ല നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള സന്തോഷം. ഇത് ഒന്നുമില്ലെങ്കിലും, ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്ത അവസ്ഥയിലും നമുക്ക് സന്തോഷിക്കാൻ പറ്റണമെങ്കിൽ ഇതിന്റെ അകത്ത് എന്താ നടക്കുന്നത് നമുക്ക് മനസ്സിലാവണം. അതല്ലാതെ ഒരിക്കലും നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ഇതിനെക്കുറിച്ച്, മെഡിറ്റേഷനെ കുറിച്ച്, മുറാക്കബയെ കുറിച്ച് 2 കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് തുടങ്ങുന്നതിന് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഒന്നെന്ന് പറഞ്ഞാല് ഇത് ശരിക്കും ഒരു സൈക്കിൾ ഓടിക്കുന്നത് പോലെയാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാല്, ഓക്കെ ക്ലിയർ അല്ലേ? വേറെ സൗണ്ട് വന്നില്ലല്ലോ. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഇതിലേക്ക് ശരിക്കും ഒരു മല കയറുന്നത് പോലെ എത്രത്തോളം നിങ്ങൾ ഉയരത്തിലേക്ക് കയറി വരുന്നു അത്രത്തോളം നിങ്ങൾ ചുറ്റുള്ള കാഴ്ചകള്, വിശാലത നിങ്ങളുടെ കൂടിക്കൊണ്ടുവരും എന്നുള്ളതാണ്. മനസ്സിന് എന്തൊക്കെ വലിയ രീതിയിൽ ഇടി കിട്ടിയാലും അതിനെയൊക്കെ പുഷ്പം പോലെ നമ്മളെ ചുറ്റും തന്നെ അത്തരം ആളുകൾ ഉണ്ടാവും, ഇല്ലേ? ഒരുപാട് ആളുകളുണ്ട്. എന്ത് വന്നാലും അത് വിചാരിച്ച അവര് ഡിപ്രഷൻ അടിച്ചോ ഒന്നും ശ്രദ്ധിക്കാതിരിക്കോ ഒന്നുമല്ല. അവര് കൂളായിട്ട് കാര്യങ്ങളെ ഡീല് ചെയ്ത് സിമ്പിളായിട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ, ശരിക്കും നമുക്ക് അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയാണ് ബേസിക്കലി ഉള്ളത്. ചില സാഹചര്യങ്ങളിൽ മാറ്റം വന്നതാണ്. ചില സന്ദർഭങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ രീതിയിൽ നമ്മൾ മാറിപ്പോകുന്നത്. അവിടെ ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ റെഡിയാണ്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പം ഫസ്റ്റില് ചെയ്യാനുള്ളത്, നിങ്ങൾ ഇരിക്കുക, ചെയറിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുക, ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കി സ്വസ്ഥമായിട്ട് ഇരിക്കുക. കൈകള് നിങ്ങളുടെ സോഫയിലോ ചെയറിലോ എവിടെയാണോ സ്വസ്ഥമായിട്ട് വെക്കാൻ പറ്റുന്നത് അവിടെ വെക്കുക. കാൽപാദങ്ങളെ തറയിൽ മുട്ടിച്ചു വെക്കുക.
ഓക്കെ, ജസ്റ്റ് റിലാക്സ് ആയിട്ട് ഇരിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പില് നമ്മള് ഒരുങ്ങുക എന്നുള്ളതാണ്. അറബിയിൽ നമ്മൾ അതിന് നിയ്യത്ത് എന്ന് പറയും. എന്ത് കാര്യമായിരുന്നാലും നമ്മള് മനസ്സിൽ അതിനു വേണ്ടി ഒരുങ്ങി വരിക, റെഡി ആവുക എന്നുള്ളതാണ്. അത്തരത്തില് നിങ്ങൾ മനസ്സിൽ ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുക. നമുക്ക് നമ്മള് മുറാക്കബയുടെ ബേസിക് മെഡിറ്റേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. കട്ടൊന്നും ആയിട്ടില്ല, റെഡി ആയിട്ട് ഇരിക്കുക. യു ആർ റെഡി ഫോർ ദാറ്റ്. കണ്ണുകൾ തുറന്നു വെച്ച് തന്നെ ഇരിക്കുക. ലോകത്ത് ഒരുപാട് ടൈപ്പ് മെഡിറ്റേഷൻസ് ഉണ്ട്. ഇസ്ലാമിക് മെഡിറ്റേഷനിൽ പ്രധാനമായിട്ടും കണ്ണുകൾ തുറന്നു വെച്ചിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലെ, നിങ്ങൾ നിസ്കരിക്കുമ്പോ കണ്ണ് തുറന്നു വെച്ചല്ലേ നിസ്കരിക്കാൻ പറഞ്ഞത്? കണ്ണുകള് താഴെ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരുപാട് ടൈപ്പ് മെഡിറ്റേഷൻസ് ഉണ്ട്. ഇതില് ഫസ്റ്റില് നിങ്ങൾ കണ്ണ് തുറന്നു വെക്കുക. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഞാൻ പറയും, അന്നേരം മാത്രം കണ്ണുകൾ അടക്കുക, കൈകൾ വെക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക. മനസ്സില് നിങ്ങൾ മനസ്സിനോട് പറയുക, ഞാൻ മനസ്സിന്റെ അകത്തേക്ക് സ്വസ്ഥതയിലേക്ക്, ശാന്തിയിലേക്ക് കടന്നു പോവുകയാണ്, അതിനു വേണ്ടി ഞാൻ റെഡി ആവുകയാണ് എന്നുള്ളത് മനസ്സിനോട് നിങ്ങൾ മന്ത്രിക്കുക. മനസ്സെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അല്ലെ? അതേപോലെ മനസ്സിനോട് നിങ്ങൾ പറയുക, ഞാൻ മനസ്സിന്റെ അകത്തേക്ക് സ്വസ്ഥതയിലേക്ക്, ശാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക് പോവുകയാണ് എന്നുള്ളത് മനസ്സിനോട് പറഞ്ഞാൽ മതി കേട്ടോ. ഒന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണം, പറഞ്ഞാൽ മതി. സ്വസ്ഥമായിട്ടിരിക്കുക. രണ്ടാമത്തുള്ളത് ബ്രത്ത് വർക്കാണ്. നിങ്ങളെ ശ്വാസം ഡീപ്പായിട്ട് മൂക്കിലൂടെ അകത്തേക്ക് മാക്സിമം വലിക്കുക. ശ്വാസകോശത്തിന്റെ അകത്ത് അല്ലെ, ഇവിടെ നമ്മുടെ ശ്വാസകോശമുണ്ട്, ശ്വാസകോശത്തിന്റെ അകത്ത് നിറയെ ശ്വാസം നിറക്കുക. ഈ ചുറ്റുപാടുമുള്ള ഓക്സിജൻ, പോസിറ്റീവ് എനർജി നിങ്ങൾ അകത്തേക്ക് നിറക്കുക. എന്നിട്ട് വളരെ പതുക്കെ, നമ്മൾ വിസിലടിക്കുമ്പോൾ ചുണ്ടകം എന്ന് പറഞ്ഞ് വിസിലടിക്കില്ലേ, അതേപോലെ നിങ്ങൾ ചുണ്ട് കൂർപ്പിച്ച് പുറത്തേക്ക് ശ്വാസം ഊതി വിടുക. ഡീപ്പായിട്ട് മൂക്കിലൂടെ മാക്സിമം ശ്വാസം എടുക്കുക. പതുക്കെ ചെയ്താൽ മതി കേട്ടോ. സ്വസ്ഥതയിൽ വളരെ പതുക്കെ ചെയ്യുക. ഡീപ്പായിട്ട് മാക്സിമം ശ്വാസം മൂക്കിലൂടെ അകത്തേക്ക് എടുക്കുക. ശ്വാസകോശത്തിന്റെ അറകള്, ബലൂണ് പോലെയുള്ള, സ്പോഞ്ച് പോലെയുള്ള അറകളുണ്ട്, അതിലേക്കൊക്കെ ശ്വാസം അകത്തേക്ക് ഇറക്കി ചെല്ലുക. എന്നിട്ട് വളരെ പതുക്കെ സ്ലോവിലി ശ്വാസകോശം നിറച്ച ശേഷം വളരെ പതുക്കെ ശ്വാസം വായിലൂടെ ചുണ്ടുകൾ കൂർപ്പിച്ച് പുറത്തേക്ക് ഊതി ഒഴിവാക്കുക. ഓക്കെ, ഇത് 3-4 പ്രാവശ്യം വളരെ പതുക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. അപ്പം നമ്മുടെ ബ്രെയിന് സ്വസ്ഥതയിലേക്ക്, ശാന്തിയിലേക്ക് സ്ലോവില് വളരെ പതുക്കെ വരുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. അത് അനുഭവിച്ചു വരുമ്പം വളരെ സ്ലോവില് വീണ്ടും ചെയ്യുക. ഡീപ്പായിട്ട് മൂക്കിലൂടെ വളരെ പതുക്കെ ശ്വാസം അകത്തേക്ക് എടുക്കുക. ശ്വാസകോശത്തിന്റെ ബലൂണ് പോലെയുള്ള അറകളൊക്കെ ഫില്ല് ചെയ്യുക. എന്നിട്ട് വളരെ പതുക്കെ ശ്വാസം വായിലൂടെ പുറത്തേക്ക് ഊതി ഒഴിവാക്കുക. യു ആർ ഡൂയിങ് ഇറ്റ്. ഇതേപോലെ ചെയ്തുകൊണ്ടിരിക്കുക. വളരെ പതുക്കെ ഒരു സമാധാനം, ഇവിടുന്ന് ഒരു ചെറിയൊരു സമാധാനം വരുന്ന സമയത്ത് വളരെ പതുക്കെ നിങ്ങൾ കണ്ണുകൾ അടക്കുക. ഇത് വളരെ പതുക്കെ നിങ്ങൾ വീണ്ടും ചെയ്യുക. സ്വസ്ഥതയോടെ, സമാധാനത്തോടെ ഡീപ്പായിട്ട് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. വളരെ പതുക്കെ ശ്വാസം വായിലൂടെ പുറത്തേക്ക് ഊതി ഒഴിവാക്കുക. ബ്രെയിൻ്റെ അകത്തുള്ള അമിഗ്ഡല, ഹിപ്പോകാമ്പസുകളോടൊക്കെ നമ്മൾ പറയുകയാണ്, മിഡ് ബ്രെയിനിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളോട് നമ്മൾ പറയുകയാണ്, ഒന്ന് സമാധാനിക്കുക. ഓവർ തിങ്കിങ്, ബാക്കി പ്രശ്നങ്ങള്, ആൻസൈറ്റികള് തൽക്കാലത്തേക്കൊന്ന് നിർത്ത്. വളരെ പതുക്കെ മൂക്കിലൂടെ ശ്വാസം എടുക്കുക. ഡീപ്പായിട്ട് ശ്വാസകോശത്തിന്റെ അറകളൊക്കെ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റും. ശ്വാസകോശത്തിന്റെ അകത്ത് ബലൂണ് പോലെയുള്ള ഒരുപാട് അറകളുണ്ടോ, കുഞ്ഞു കുഞ്ഞറകള്. ഇപ്പൊ ദിവസവും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മളത് ശ്രദ്ധിക്കാറില്ല, അറിയാറില്ല. ഇനി ഞങ്ങൾ എല്ലാവരും കണ്ണുകൾ അടച്ചാണ് ഇരിക്കുന്നത്. എല്ലാവരും കണ്ണുകൾ അടക്കുക.
ഡീപ്പായിട്ട്, ഒന്നും കൂടി ഡീപ്പറായിട്ട് മൈൻഡിന്റെ അകത്തേക്ക് നമ്മൾ പോവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കുക. കാൽപാദങ്ങള് തറയിൽ മുട്ടിച്ചു വെച്ചിട്ടുണ്ടോ? കാൽപാദങ്ങളുടെ അടിയിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? നിലത്ത് തട്ടുമ്പോ, നിങ്ങളുടെ ശരീരത്തിലെ ഡ്രസ്സുകൾ തട്ടുമ്പം, കാലില് ഡ്രസ്സ് തട്ടുമ്പം നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? നിങ്ങളുടെ തൊലിപ്പുറത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ എന്തൊക്കെ ഫീലിങ്സ് ആണുള്ളത്? എന്തൊക്കെയാണ് നിങ്ങൾക്ക് അനുഭവിക്കുന്നത്? എയർ നിങ്ങളുടെ ശരീരത്തിൽ തട്ടുന്നത്, ഡ്രസ്സ് ഓരോ ശരീരഭാഗങ്ങളിലും തട്ടുന്നത്, നിങ്ങളുടെ തുടകളില്, നിങ്ങളുടെ വയറില്. നിങ്ങൾ ശ്രദ്ധിക്കുക തൊലിപ്പുറത്തേക്ക്, കാൽപാദങ്ങളില്, കാലുകള്, കാലിന്റെ മുട്ട്, തൊടഭാഗങ്ങളിലൊക്കെ നിങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഡീപ്പായിട്ട് ശ്വാസം മൂക്കിലൂടെ മാക്സിമം ശ്വാസം എടുക്കുക. ശ്വാസകോശത്തിന്റെ ബലൂണുകൾ നിറക്കുക. വളരെ പതുക്കെ വായിലൂടെ ശ്വാസം പുറത്തേക്ക് ഊതി ഒഴിവാക്കുക. നിങ്ങളുടെ ശ്രദ്ധ തൊലിപ്പുറത്തേക്ക് കൊണ്ടുവരിക. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് തൊലി. നമ്മുടെ കൈകളില് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്? അങ്ങോട്ട് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. നിങ്ങളുടെ ശരീരത്തില് ഡ്രസ്സ് തട്ടുന്നതായിരിക്കാം, എയർ, ബാക്കിയെല്ലാം നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരിക. രണ്ടാമത്തേതായിട്ട്, നിങ്ങൾ ഇരിക്കുന്ന റൂം നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക, സങ്കല്പിക്കുക. നിങ്ങൾക്ക് അറിയാം അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്, നിങ്ങളുടെ ചുറ്റും എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അങ്ങോട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരിക. നമ്മളെ ക്യാമറയിൽ കുറച്ച് സൂം ഔട്ട് ചെയ്യുക എന്ന് പറയും. അതേപോലെ നിങ്ങളുടെ കാഴ്ചകളെ നിങ്ങളുടെ ചുറ്റു ഭാഗങ്ങളിലേക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. ഡീപ്പായിട്ട് മാക്സിമം ശ്വാസം മൂക്കിലൂടെ എടുക്കുക. ശ്വാസകോശത്തിന്റെ ബലൂണ് പോലെയുള്ള അറകൾ അല്ലെ, അതിലേക്ക് ശ്വാസം നിറച്ച് വളരെ പതുക്കെ വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശ്രദ്ധ ചുറ്റുഭാഗങ്ങളിലേക്ക് കൊണ്ടുവരിക. ശരിക്കും അവയർനെസ് എന്നാണ് പറയുക. ശരീരത്തിന്റെ അവയർനെസ്, നമ്മുടെ ചുറ്റുഭാഗത്തിന്റെ അവയർനെസ്. എഗെയിൻ വളരെ പതുക്കെ നിങ്ങൾ ശ്വാസം മൂക്കിലൂടെ എടുക്കുക. ശ്വാസകോശത്തിന്റെ അറകളൊക്കെ നിറക്കുക. അതിന്റെ ഇടയിൽ വേറെ ചിന്തകളൊക്കെ വരുന്നവരുണ്ടാവട്ടോ. ഇറ്റ്സ് ഓക്കെ, നമ്മുടെ മനസ്സാണ്, അതിന് സ്വാതന്ത്ര്യമുണ്ട്. ലോകത്ത് എന്ത് ചിന്തിക്കാനും ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ ഇതിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇരിക്കുന്ന ചെയർ അതുപോലെ തന്നെ ഒരു പ്രഷർ മേലേക്കും തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നത്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എഗെയിൻ ഡീപ്പായിട്ട് മാക്സിമം ശ്വാസം മൂക്കിലൂടെ എടുക്കുക. ബലൂണുകളെല്ലാം ഫില്ല് ചെയ്യുക. വളരെ പതുക്കെ ശ്വാസം വായിലൂടെ പുറത്തേക്ക് വിടുക. നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിന്റെ നമ്മൾ അറിയാത്ത ഒരുപാട് കോണുകളുണ്ട്. അതിലേക്കൊക്കെ നമ്മൾ ഇറങ്ങിപ്പോവുകയാണ്. സ്വസ്ഥതയിലേക്ക്, ശാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക്. ഞാൻ 5 വരെ എണ്ണുന്ന സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് ശാന്തിയിലേക്ക്, സമാധാനത്തിലേക്ക് പോകും എന്ന് നിങ്ങളുടെ മനസ്സിനോട് പറയുക. യു ആർ ഫീലിംഗ് ഗ്രേറ്റ്. 1, 2. നിങ്ങൾ ഡീപ്പായിട്ട് കൂടുതൽ ശ്വാസം എടുക്കുക. മൂക്കിലൂടെ എടുക്കുക. ശ്വാസകോശത്തിന്റെ അറകളൊക്കെ ഫില്ല് ചെയ്യുക. ബലൂണുകളൊക്കെ നിറക്കുക. വളരെ പതുക്കെ ശ്വാസം വായിലൂടെ പുറത്തേക്ക് ചുണ്ടുകൾ കൂർപ്പിച്ച് ഊതി ഒഴിവാക്കുക. 3, 4. നിങ്ങൾ കൂടുതൽ റിലാക്സേഷനിലേക്ക്, മാക്സിമം ആയിട്ടുള്ള സമാധാനത്തിലേക്ക്, ശാന്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിനോട് പറയുക. 5. നിങ്ങളിപ്പോ മാക്സിമം സമാധാനത്തിലാണ്, ശാന്തിയിലാണ്. മനസ്സിനോട് പറയുക ഐ ആം ഹാപ്പി എന്നുള്ളത്. ഞാനിപ്പോ സന്തോഷത്തിലാണ് എന്നുള്ളത് മനസ്സിനോട് പറയുക. നമ്മുടെ അകത്തുള്ള ഒരു മനസ്സുണ്ട്, സബ് കോൺഷ്യസ് തലത്തിലുള്ള മനസ്സുകളുണ്ട്. അതിനോട് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
അതത് വിശ്വസിക്കും എന്നുള്ളതാണ്. ഐ ആം ഹാപ്പി, ഞാനിപ്പോൾ സന്തോഷത്തിലാണ്, റിലാക്സേഷനിലാണ്, സമാധാനത്തിലാണ് എന്നുള്ളത്. അഗെയിൻ ഡീപ്പായിട്ട് മാക്സിമം ബ്രത്ത് എടുക്കുക, മൂക്കിലൂടെ എടുക്കുക, ശ്വാസകോശത്തിന്റെ അറകളൊക്കെ ഫില്ല് ചെയ്യുക, വായിലൂടെ ശ്വാസം പുറത്തേക്ക് ഊതി ഒഴിവാക്കുക. സ്റ്റെപ്പിലേക്ക് നിങ്ങളുടെ കൈകൾ എടുക്കുക, കണ്ണുകൾ തുറന്ന് തന്നെ വെക്കുക, കൈകൾ രണ്ടും എടുത്ത് പരസ്പരം റബ്ബ് ചെയ്യുക, പരസ്പരം നന്നായി ഒരതുക. കൈകള് ജസ്റ്റ് സോഫ്റ്റ് ആയിട്ട് ഒരതിയാൽ മതിട്ടോ, വളരെ സോഫ്റ്റ് ആയിട്ട്. ആദ്യം നിങ്ങൾക്ക് ഒരു ഇക്കിളിപ്പെടുത്തുന്ന സെൻസേഷൻ വരും, പിന്നെ അത് പതുക്കെ ഒരു ചൂടായിട്ട് മാറും. അതേപോലെ നിങ്ങളുടെ കൈകൾക്കിടയിൽ ഒരു ചൂട് ഉണ്ടായി വരട്ടെ. കൈകള് നന്നായിട്ട് റബ്ബ് ചെയ്യുക. അതിന്റെ ഇടയ്ക്ക് തന്നെ ഡീപ്പായിട്ട് മാക്സിമം ശ്വാസം മൂക്കിലൂടെ എടുക്കുക, ശ്വാസകോശത്തിന്റെ അറകളൊക്കെ വിടർത്തിയ ശേഷം ശ്വാസം വായിലൂടെ പുറത്തേക്ക് വിടുക. കൈകളെ നന്നായിട്ട് റബ്ബ് ചെയ്യുക, കൈകൾ നന്നായിട്ട് റബ്ബ് ചെയ്യുക. ശ്വാസകോശത്തിലേക്ക് വീണ്ടും ശ്വാസം എടുത്ത് നിറച്ച ശേഷം വളരെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. കൈകളിൽ നിങ്ങൾക്ക് ആ ചൂട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്, ആ ഒരു എനർജി, ഹീറ്റ് എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് കൈകൾ റബ്ബ് ചെയ്യുക. കൈകളെല്ലാം ഒരു ഹീറ്റ്, ചൂട്, അല്ലെ, സുഖകരമായിട്ടുള്ള ഒരു ചൂട് കൈകളിൽ നിങ്ങൾ അനുഭവിക്കുക. വളരെ നന്നായിട്ട് ഒന്നും കൂടി ഫാസ്റ്റ് ആയിട്ട്, സ്പീഡില് നിങ്ങളുടെ കൈകളെ നിങ്ങളൊന്ന് വരുത്തുക. സോഫ്റ്റ് ആയിട്ട് വരുത്തിയാൽ മതി, ഭയങ്കര ഹാർഡായിട്ട് വരുത്തണ്ട, സോഫ്റ്റ് ആയിട്ട് വരുത്തുക. എന്നിട്ട് കൈകൾ ആ ചൂട് നിങ്ങളുടെ മുഖത്ത്, നിങ്ങളുടെ ശരീരഭാഗങ്ങളില് എല്ലായിടത്തും കൊണ്ടുപോയി നിങ്ങൾ വെക്കുക. ശരീരത്തെ ഒന്ന് തലോടുക. ഹലോ എവരിവൺ, ഇനി കണ്ണുകൾ നിങ്ങൾക്ക് തുറക്കാം. വീണ്ടും നിങ്ങൾക്ക് തിരിച്ചു വരാം. ഹൗ വാസ് ഫസ്റ്റ് സെഷൻ, ബേസിക് സെഷൻ എങ്ങനെയുണ്ടായിരുന്നു? ജസ്റ്റ് കമന്റ് ചെയ്യുക. ഫസ്റ്റില് മുറാക്കബ അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നത് പോലെയാണ്. നിങ്ങൾക്ക് ആ ഒരു ബാലൻസ് കിട്ടേണ്ടതുണ്ട്. ഇടത്തേക്കും അല്ലെ, ഫസ്റ്റ് നിങ്ങൾ വണ്ടി ഓടിക്കാൻ പഠിച്ച ഒരാളാണെങ്കിൽ ആദ്യം നിങ്ങൾ ഓടിക്കാൻ പഠിച്ച സമയം ഓർത്ത് നോക്കുക. അതേപോലെ തന്നെയാണ്. ഓക്കെ ബഷീർ പി സി, താങ്ക് യു. ഞാൻ നിങ്ങളുടെ ഓഡിയോ ഓണാക്കാം. ആർക്കെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കും ചെയ്യാം. ഓക്കെ, ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് കേട്ടോ, അതല്ല തൽക്കാലം മോട്ടിവേഷൻ കിട്ടി അടിപൊളി അടിപൊളി നാളെ മുതൽ ഞാൻ, അതല്ല. ബേസിക്കലി നമ്മുടെ അകത്തുള്ള ഒരു തിരിയുണ്ട്. ആരെന്ത് പറഞ്ഞാലും അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ശേഷിയുണ്ട്. അവിടെ തിരി കത്തണമെങ്കിൽ, ആ ഒരു വെളിച്ചം ഓണാക്കണമെങ്കിൽ, അവിടെ സ്വിച്ച് ഓണാക്കണമെങ്കിൽ, നിങ്ങളുടെ ആങ്സൈറ്റി, ഡിപ്രഷൻ, ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിന്നും കംപ്ലീറ്റ്ലി ഹീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിന്റെ അകത്ത് ബേസിക് എഞ്ചിനിൽ പണിയെടുക്കണം. അതല്ലാതെ വണ്ടിയുടെ പുറത്ത് നമ്മൾ എന്തൊക്കെ പെയിന്റ് അടിച്ചിട്ടും എഞ്ചിൻ മാറ്റാതെ, എഞ്ചിൻ പവർഫുൾ എഞ്ചിനാക്കി മാറ്റാതെ, അവിടെ നമ്മൾ പണിയെടുക്കാതെ, അതിൽ കറക്റ്റ് ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ ഫ്രീ സെഷൻസ്, അതേപോലെ തന്നെ നമ്മുടെ കോഴ്സസ്, അതേപോലെ തന്നെ ഓഫ്ലൈൻ സെഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വാട്സപ്പിൽ നിങ്ങൾക്കൊക്കെ വാട്സപ്പ് മെസ്സേജസ് കിട്ടിയിട്ടുണ്ടാവും. ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ബേസിക് ആയിട്ട് വരുന്ന ഈ മെഡിറ്റേഷൻസിലൂടെ എങ്ങനെ ഇതിൽ പ്രശ്നം സംഭവിക്കുക, പലപ്പോഴും
ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ് സംഭവിച്ച് ബേസിക് സെഷൻസ് കടന്നു വരുമ്പോൾ. അപ്പൊ അതിനെ കറക്റ്റ് ആയിട്ട് മെന്ററിങ് ചെയ്തെടുത്തുകൊണ്ടുള്ള നമ്മുടെ പ്രോഗ്രാംസ് ഉണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ബാക്കി സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരും. ബാക്കി വേറെ ഡീറ്റെയിൽസും ഡൗട്ട്സുകളും ഒന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ക്ലിയർ ആയി, ഓക്കെ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. മെഡിറ്റേഷൻ സെഷൻസ് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ. ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, അതെ, നമുക്കപ്പോ ഇന്നത്തെ സെഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ ഓഫ്ലൈൻ സെഷൻ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പേര് അതിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതില് പ്രാക്ടിക്കലായിട്ട് കുറച്ച് സ്റ്റെപ്സ്, ബാക്കി സംഭവങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ബുക്ക് ചെയ്തവർ നിർബന്ധമായിട്ടും സെഷൻ അറ്റൻഡ് ചെയ്യുക. ഏകദേശം 10 മണി തൊട്ട് 1 മണി 2 മണി വരെയൊക്കെയാണ് നമ്മുടെ സെഷൻസ് ഉണ്ടാവുക. സിമ്പിള് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലെ 3rd ഫ്ലോറിലാണ്, കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലെ 3rd ഫ്ലോറിലാണ് നമ്മുടെ ഓഫീസ് ഉള്ളത്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാം, നമ്മുടെ സെഷൻസിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മുടെ ബ്രെയിൻ, ശരിക്കും നമ്മുടെ ബ്രെയിന് അതേപോലെ തന്നെ ശരീരം ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് കുറെ ടെക്നിക്സ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മൾ ഏതെങ്കിലും മോട്ടിവേഷനോ ഏതെങ്കിലും ഒരു കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. എവിടെയാണോ നമുക്ക് പ്രശ്നമുള്ളത് അവിടെ നമ്മൾ കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അത് നമ്മൾ കറക്റ്റ് ആക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ മനസ്സിനകത്തുള്ള പ്രശ്നങ്ങൾ റെഡിയാക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഡിപ്രഷൻ ആയിരുന്നാലും ആങ്സൈറ്റി ആയിരുന്നാലും അതിനുള്ള തെളിവ് എന്ന് പറഞ്ഞാല് എങ്ങനെ ഇത് മാറ്റും എന്ന് പറഞ്ഞാല് അത് ഹോളിസ്റ്റിക് സൈക്കോളജിയുടെ തെളിവ് എന്നാണ്. ഒരുപാട് പഠനങ്ങളുണ്ട്, നമ്മൾ നടത്തിയ പഠനങ്ങളുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. ഏറ്റവും വലിയ തെളിവെന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നേ ജീവിച്ചു പോയവരാണ്. 100-150 വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് മുന്നേ ജീവിച്ചു പോയവരാണ്. ഇത്രയധികം ആങ്സൈറ്റിയും പ്രശ്നങ്ങളും ഡിപ്രഷനും OCDകളും ബാക്കി പ്രശ്നങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കാരണം നമുക്ക് ചുറ്റും നമ്മുടെ മാനസിക ശേഷി നശിപ്പിക്കാനുള്ള ഒരുപാട് ഘടകങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ ആ ട്രാപ്പുകളിലൊക്കെ വീണു പോകുന്നു, ആ കുഴികളിലൊക്കെ വീണു പോകുന്നു. അതിൽ നിന്നും പുറത്ത് കടന്നാൽ നമുക്കിത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ വന്ന ഓരോരുത്തർക്കും, നമ്മുടെ ഓഫ്ലൈൻ സെഷനിൽ മുന്നേ പങ്കെടുത്ത ഓരോരുത്തരും അതിനുള്ള തെളിവുകളാണ്. ഓക്കെ, താങ്ക് യു ആൾ.